ആ എന്താ ഇത് കാണാ വിളിച്ചോര്. വാവ്. ഹേ ഗായ്സ്, അപ്പം ഇന്ന് നമുക്ക് ഫൈസിക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ. അതായത് ഇപ്പം ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഗിഫ്റ്റുകളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. കുഞ്ഞുനാളിൽ കിട്ടിയിട്ടുണ്ട് 1 വയസ്സ് 2 വയസ്സ്. അതല്ലാണ്ട് വലുതായിട്ട് എനിക്കങ്ങനെ ഗിഫ്റ്റുകളൊന്നും കിട്ടിയിട്ടില്ല ബർത്ത്ഡേക്ക്. അപ്പം ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. അതിന് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഞാൻ ഇപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹീസ് മൈ ടിറ്റു ആൻഡ് ഹീസ് മൈ ഇമോഷണൽ സപ്പോർട്ടർ. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയണൊരു ക്ഷണിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണിത്. എൻ്റെ 18th ബർത്ത്ഡേക്ക് ഫേസ് വാങ്ങി തന്നതാണ്. അന്ന് എനിക്ക് ആദ്യമായിട്ടൊരു സർപ്രൈസ് ആയിട്ട് അപ്പം എനിക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണത്. അപ്പം അത് കൊള്ളാലോ സംഭവം. അങ്ങനെ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുന്നൊരു ഒരു സ്പോട്ട് ഓഫ് ഹാപ്പിനെസ്. അത് ഇത്ര വലുതാവുമെന്നും എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്ര വലുതായിരിക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അതെനിക്ക് കിട്ടി. അത് ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. മുന്നേ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ കളിക്കാനായിട്ട്, അപ്പുറത്തെ വീട്ടിലൊക്കെ പിള്ളേരൊക്കെ കളിക്കാനായിട്ട് വരുമ്പോൾ നോ 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 ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുങ്ങളൊക്കെ പോയി വീട്ടിൽ പോയി പറഞ്ഞെടുത്താലും അവരുടെ അമ്മമാരൊക്കെ ഓ ബെറ്റർ, ഐ ഡോണ്ട് കെയർ. കാരണം എനിക്കിത് അത്രയും പീക്ക് ലെവലാണ്. അത് അവർക്ക് എന്തോരം പറഞ്ഞാൽ മനസ്സിലാവില്ല, ചിലപ്പോൾ കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എനിക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതായത് ഞാനിങ്ങനെ പേരൊക്കെ ഇട്ട് ഓമിനിച്ചു കൊണ്ട് നടക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 6 ഇയേഴ്സൊക്കെ ആയി ഞങ്ങളുടെ കൂട്ട് തുടങ്ങിയിട്ട്. ശ്രമിച്ചിട്ടുണ്ട് ഫൈസിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്. നമ്മൾ അപ്പം സ്റ്റുഡൻ്റ് ആണല്ലോ. സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇതിൽ മാക്സിമം ഇങ്ങനെ പറക്കി വെച്ച് വാങ്ങുന്ന സാധനങ്ങളൊക്കെ അത് കൊടുക്കുമ്പോൾ ഒരു ഫീലിങ്സാണ്. കാരണം നമ്മൾ ഇത്രയും ചെറിയൊരു എമൗണ്ട് ആയാലും നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് പിന്നെ അതിൻ്റെ നമ്മൾ മിഠായി വാങ്ങിച്ച് കളയാനല്ലേ അത് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ സന്തോഷത്തോടെ വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ ഒരു ഹാപ്പിനെസ്സാണ്. പക്ഷെ സർപ്രൈസ് ആയിട്ടങ്ങ് ഒത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ആക്കണമെന്ന് വിചാരിക്കും, പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കൈയോടുകൂടി അത് പിടിക്കപ്പെടും. അപ്പോൾ സർപ്രൈസ് ആവില്ലല്ലോ. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത കാര്യമാണ് ഏത്, കല്യാണം കഴിയട്ടെ, അപ്പം ഞാൻ സർപ്രൈസ് കൊടുക്കും. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം 1.5 വർഷമൊക്കെ ആയി. സർപ്രൈസ് കൊടുക്കാൻ മാത്രമൊന്നും എൻ്റെ അടുത്ത് ഇല്ല. ഇപ്പം കുറച്ച് പൈസ കിട്ടിയപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യമൊന്നും അവനറിയത്തില്ല. ഒരു എക്സൈറ്റ്മെൻറ്റ്, ആദ്യമായിട്ട് സർപ്രൈസ് കൊടുക്കണേൻ്റെ ആയിരിക്കും കാര്യം. അവൻ ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം ഇന്ന് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല, നോർമൽ ഒരു ഡേ. അതിങ്ങനെ കടന്നു പോകുന്നു, എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അവൻ ഓട്ടം പോകുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, അങ്ങനെ പോകും എന്താണ് വിചാരിച്ചാൽ. അതാണൊരു നമ്മളിപ്പോൾ കഥ പറഞ്ഞ് വഴി തിരിച്ചു പോയി. അപ്പം നമ്മുടെ പ്രൊഡക്റ്റൊന്നും വന്നിട്ടില്ല. പ്രൊഡക്റ്റില്ല, കൊടുക്കാൻ ഉദ്ദേശിച്ച സാധനം വന്നിട്ടില്ല, വരും. അപ്പം അത്രയും നേരം എൻ്റെ തള്ള കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. തള്ളല്ല കേട്ടോ, ലൈഫിൽ നിന്നിങ്ങനെ എന്താ ഇത് കാണാ വിളിച്ചോര്. എന്തിനിത്? ഓക്കെ ഇഷ്ടപ്പെട്ട പിന്നെ ഫോട്ടോ ഞാൻ നീ
വാവ്. ശരി ഓക്കെ. കുടിക്കട്ടെ. ആവൂ. നൈസ്. സർപ്രൈസ് ആയിരുന്നു. പിന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം. നൈസല്ലേ? കൊള്ളാം. സർപ്രൈസ്. ചുമ്മാ എൻ്റെ ഒരു ഇതിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കി. അപ്പം എന്തായാലും ഉണ്ടാക്കിയതല്ലേ, നമുക്ക് ഒരുമിച്ച് മുറിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് മുറിക്കുകയാണ് ഗൈസ്. പിന്നെ തിന്നാന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് സന്തോഷം വന്നാലും നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ കേക്കാകുമ്പോൾ അച്ചിരി മധുരമൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ? പൊളിയല്ലേ? അങ്ങനെ ഞങ്ങളൊരു നോർമൽ ഡേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ.